കർണാടകയിലെ പ്രമുഖ ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയടക്കം 100-ലധികം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ കൂട്ടത്തോടെ കുഴിച്ചിട്ടു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കില്ലെന്ന് അറിയിച്ചു. അന്വേഷണം ഇപ്പോഴും തുടരുകയാണെന്നും പുരോഗതിയെക്കുറിച്ച് SIT ഡയറക്ടർ ജനറൽ സർക്കാരിനെ കൃത്യമായി അറിയിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നു. 100-ലധികം മൃതദേഹങ്ങൾ സംസ്കരിച്ചതായി ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ച 16 സ്ഥലങ്ങളിൽ SIT പരിശോധന നടത്തി. ഇതിൽ 2 സ്ഥലങ്ങളിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയച്ച ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം കർണാടകത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേസ് രാഷ്ട്രീയവൽക്കരിക്കാനും പ്രതികളെ സംരക്ഷിക്കാനും BJP ശ്രമിക്കുന്നുവെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. കൂട്ടക്കുഴിമാടം ഒരുക്കാൻ ക്ഷേത്രത്തിലെ ഉന്നതർ തന്നെ നിർദ്ദേശം നൽകിയെന്ന് വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് BJP ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടു തുടങ്ങിയത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് BJP കഴിഞ്ഞ ദിവസം വലിയ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ക്ഷേത്രത്തിന്റെ പേര് നശിപ്പിക്കാൻ ശ്രമം നടത്തുന്നു എന്നാണ് BJPയുടെ ആരോപണം. BJP നേതാവും പ്രതിപക്ഷ നേതാവുമായ R. അശോക ഈ വിഷയത്തിൽ നടത്തിയ ചില പ്രസ്താവനകൾ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചു. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി മതം മാറി ക്രിസ്ത്യാനിയായ ആളാണെന്നും അയാൾക്ക് വിദേശ സഹായം ലഭിക്കുന്നുണ്ടെന്നും R. അശോക ആരോപിച്ചു. എന്നാൽ ഈ ആരോപണങ്ങൾ മംഗളൂരു രൂപത ശക്തമായി തള്ളി. R. അശോകന്റെ പ്രസ്താവനകൾ അടിസ്ഥാനരഹിതമാണെന്നും ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിലിരിക്കുന്നയാൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തരുതെന്നും ഫാദർ JB സൽദാന പറഞ്ഞു. ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായി പ്രസ്താവനകൾ നടത്തുന്നത് അന്വേഷണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരു പ്രധാന കാര്യം, ഈ കൂട്ടക്കുഴിമാടങ്ങൾ ധർമ്മസ്ഥല ക്ഷേത്രത്തിൻ്റെതല്ലെന്നും അവിടെയുള്ള ഒരു ശ്മശാനത്തിൽ നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയതെന്നുമാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ വ്യക്തമായ തെളിവുകൾ ഇല്ലാതെ ആരെയും സംശയിക്കാൻ കഴിയില്ലെന്ന് SIT വ്യക്തമാക്കി. കൂട്ടക്കൊലയും കൂട്ടക്കുഴിമാടങ്ങളും ആരോപിക്കപ്പെടുന്ന ഈ വിഷയം കർണാടകത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സംഭവത്തിന്റെ നിജസ്ഥിതി കണ്ടെത്തണമെന്നും കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം BJP പ്രതിരോധത്തിലായിരിക്കുകയാണ്. ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിലൂടെ കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. അതേസമയം ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും BJP ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് അധികാരത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം നിഷ്പക്ഷമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. എന്നാൽ BJP ഈ വിഷയത്തിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ സംസ്ഥാനത്ത് രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചേക്കാം. ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ്. കണ്ടെത്തലുകൾ കൃത്യമായി പരിശോധിച്ച് സത്യം പുറത്തു കൊണ്ടുവരാൻ SITക്ക് കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയം കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ SIT നടത്തുന്ന അന്വേഷണം നിർണായകമാണ്.